നമസ്കാരം. 2 ടേം കഴിഞ്ഞ് 3-ാം ടേമും പിണറായി ഭരിക്കുമോ? അതോ പിണറായിയെ പുറത്തു നിർത്തി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു ചോദ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഒരവസരമാണിത്. 2 തവണ കൈവിട്ടുപോയ അധികാരം ഒന്ന് എത്തിപ്പിടിക്കുവാൻ കോൺഗ്രസിന് ഒരുപാട് പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ആരാവും എന്നുള്ള ഉൾപാർട്ടി ചർച്ചകൾ സജീവമാവുന്നത്. VD സതീശനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുന്ന ഒരു രീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. ജയിച്ചു വന്നാൽ അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു പ്രചരണവും 2021 ഇലക്ഷൻ സമയത്ത് നിലനിന്നിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. 99 സീറ്റുകൾ നേടി LDF വീണ്ടും അധികാരത്തിൽ വന്നു. ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് കൈക്കലാക്കിയ UDFന് വേണമെങ്കിൽ 2026 കേരളം ഭരിക്കാം. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അല്ലാതെ രാഹുൽ തരംഗമോ ശബരിമല പ്രശ്നമോ ഒന്നും ഇല്ലായിരുന്നു. തികച്ചും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് 2026 അധികാരത്തിലെത്താം. നിലവിൽ ഇങ്ങനെയൊരു ശുഭ സാധ്യത നിൽക്കുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചർച്ച ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ്. ഇങ്ങനെയൊരു ചർച്ച നിലവിലുണ്ടെങ്കിൽ കോൺഗ്രസ് നന്നാവാൻ ഇത്തിരി പാടാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് താഴേക്ക് പോയിട്ടുണ്ടോ അതിന് ഒരു കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അത് ജനങ്ങളിൽ നിന്നല്ല, നിങ്ങളുടെ അകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം തന്നെയാണത്. പാർട്ടിക്കുള്ളിലെ വടംവലിയും അധികാരമോഹവും നേതാക്കന്മാർ തമ്മിലുള്ള അടിയും ഗ്രൂപ്പ് വഴക്കുമെല്ലാം പലപ്പോഴും കോൺഗ്രസിനെ ഇതുപോലെ തന്നെ പരാജയത്തിൻ്റെ വലിയ കയത്തിലേക്ക് ജനങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുതന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ഡൽഹിയിൽ പോയി കാര്യങ്ങൾ കോംപ്രമൈസാക്കി. അധികാരം ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള വീതം വയ്പും അവിടെ നടന്നു. തിരിച്ചു വന്നപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. വീണ്ടും പിണറായി അധികാരത്തിലെത്തി. അതുകൊണ്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇതുതന്നെയാണ്. ആര് ഭരിച്ചാലും സ്വന്തം പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ള ഒരു സാധാരണ പ്രവർത്തകൻ്റെ ആത്മാർത്ഥതയെങ്കിലും നേതാക്കന്മാർ കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഒരു വൻ വിജയത്തിലേക്ക് പാർട്ടിക്ക് എത്തുവാനും സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് രമേശ് ചെന്നിത്തല ഗോളടിച്ച് ഒന്ന് മുന്നേറുവാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? കാര്യം സിമ്പിളാണ്. നമ്മുടെ പെരുന്നയിലേക്ക് NSSൻ്റെ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു അത്രേ. ഇതേ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന് പറഞ്ഞു അത്രേ. ഇത് മാത്രം മതി രമേശ് ചെന്നിത്തലയ്ക്ക് മുകളിലെത്താൻ. എന്തൊരു മണ്ടത്തരമാണിത്! 2 സമുദായ നേതാക്കന്മാർ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മുഖ്യമന്ത്രിയാക്കുന്ന നാടൊന്നുമല്ല സാർ ഈ കേരളം എന്നോർക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഒരു കാര്യം കൂടി മനസ്സിലാകുന്നത് നന്നായിരിക്കും. ഈ സമുദായ നേതാക്കന്മാർ പറഞ്ഞാലൊന്നും ഇപ്പോഴത്തെ വോട്ടർമാർ കൃത്യമായി അത് കേൾക്കാനുള്ള സാധ്യതയുമില്ല. അത്രത്തോളം സാധ്യത കൽപ്പിച്ച പല ഇലക്ഷനിലും ഇതുപോലെ പിന്തുണ കിട്ടിയ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സാമുദായിക പ്രശ്നങ്ങളല്ല, ജനങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസോ BJPയോ പോകേണ്ടത് എന്നുള്ളതാണ് ആകെയുള്ള ഒരു വിജയ ഫോർമുല. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കനിയൊന്നുമല്ല ഈ അധികാരം എന്ന് പറയുന്നത്. 26 അത് ഇത്തിരി പാടായിരിക്കും കോൺഗ്രസിന് എന്നുള്ള സാഹചര്യവുമാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളും ഹിന്ദു സമുദായാംഗങ്ങളൊന്നും അത്ര രസത്തിലല്ല. അവരോട് കൃത്യമായ മറുപടി പറയുവാൻ കോൺഗ്രസിനോ UDFനോ ആയിട്ടുമില്ല. മുസ്ലിം ലീഗിനെ താങ്ങിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് മുനമ്പത്തെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അഭിപ്രായം പറയുവാൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന പരാതി. ഇങ്ങനെ നിരവധി പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ
രമേശ് ചെന്നിത്തലയോ VD സതീശനോ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച വരുന്നത്. ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്തോറും കോൺഗ്രസിന് അതൊരു അപകടമാണ്. എന്ന് കൃത്യമായ രീതിയിൽ, ശക്തമായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രചരണം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ കോൺഗ്രസിന് വിജയവും കിട്ടിയിട്ടുണ്ട് ഈ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അകത്തുള്ള അടിയെല്ലാം മറന്ന് അധികാരത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര ഈസിയാവും. അല്ലാതെ 10-40 വണ്ടിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പോലെ അങ്ങ് കത്തിച്ചു വിട്ട് കേരളം മൊത്തം ചുറ്റി നടന്ന് അങ്ങ് ഭരിച്ചേക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും പാഴ്സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ BJP ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ആ ഒരു വിജയം അത് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ജനങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അല്ലാതെ സ്ഥാനവും ഇതുപോലെ സാമുദായിക നേതാക്കളുടെ സന്തോഷവും കണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അവസാനം വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ കിടന്ന് വിഷമിക്കുന്നത് പോലെ വിഷമിച്ച് അങ്ങ് കിടക്കേണ്ടി വരും. ഓർക്കുന്നത് നല്ലത്.